നമസ്കാരം. നടിയെ ആക്രമിച്ച കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ടതിന് പിന്നാലെ ദിലീപിന്റെ പാസ്പോർട്ട് തിരിച്ചു നൽകാൻ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തീരുമാനം. പാസ്പോർട്ട് വിട്ടുകിട്ടണമെന്ന ദിലീപിന്റെ ആവശ്യം കോടതി അംഗീകരിക്കുകയായിരുന്നു. പുതിയ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി വിദേശത്തേക്ക് പോകണം എന്നതുൾപ്പെടെയുള്ള കാര്യമാണ് ദിലീപിന്റെ അഭിഭാഷകർ കോടതിയിൽ ബോധ്യപ്പെടുത്തിയത്. പുതിയ സിനിമ റിലീസ് ചെയ്തുവെന്നും ചിത്രത്തിന്റെ പ്രൊമോഷന് വേണ്ടി വിദേശത്തേക്ക് പോകേണ്ടി വരുമെന്നുള്ള ദിലീപിന്റെ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ പ്രതിപട്ടികയിൽ ചേർക്കപ്പെട്ടതോടെയാണ് ദിലീപിന്റെ പാസ്പോർട്ട് പിടിച്ചുവെച്ചത്. കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ടതോടെ ജാമ്യ വ്യവസ്ഥകൾ അവസാനിച്ചുവെന്ന് ദിലീപിന്റെ അഭിഭാഷകർ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചു. കുറ്റവിമുക്തനാക്കപ്പെട്ടതിന് പിന്നാലെ തന്നെ ദിലീപ് പാസ്പോർട്ട് വിട്ടു നൽകാൻ ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരുന്നു. ഹർജി വ്യാഴാഴ്ച പരിഗണിക്കാൻ മാറ്റിവെച്ചതായിരുന്നു. കേസിൽ അപ്പീൽ പോകുന്നുണ്ടെന്നും അതിനാൽ പാസ്പോർട്ട് നൽകരുതെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ വാദം. എന്നാൽ കുറ്റവിമുക്തനാക്കപ്പെട്ടതോടെ ജാമ്യ വ്യവസ്ഥകൾ നിലനിൽക്കില്ലെന്ന വാദം അംഗീകരിച്ചാണ് പാസ്പോർട്ട് വിട്ടു നൽകിയത്. നേരത്തെ പാസ്പോർട്ട് കോടതിയുടെ കസ്റ്റഡിയിലായിരുന്നതിനാൽ ഹൈക്കോടതിയുടെ പ്രത്യേക ഹർജി നൽകിയായിരുന്നു വിദേശയാത്ര നടത്തിയിരുന്നത്. കേസിൽ നേരത്തെ അറസ്റ്റിലായ സമയത്ത് ജാമ്യം ലഭിച്ചപ്പോൾ വ്യവസ്ഥകളുടെ ഭാഗമായിട്ടാണ് ദിലീപ് കോടതിയിൽ പാസ്പോർട്ട് സമർപ്പിച്ചിരുന്നത്. പിന്നീട് വ്യവസ്ഥകളിൽ പലതവണ ഇളവ് തേടുകയും വിദേശത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. പിന്നീട് പാസ്പോർട്ട് വീണ്ടും കോടതിയുടെ കസ്റ്റഡിയിലായി. കേസിൽ കുറ്റവിമുക്തനായ ദിവസം തന്നെ പാസ്പോർട്ട് തിരിച്ചു നൽകണമെന്ന് പ്രതിഭാഗം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞത് അപ്പീൽ പോകേണ്ട ആവശ്യമാണെന്നും അതിനാൽ പാസ്പോർട്ട് തിരിച്ചു നൽകരുതെന്നുമാണ്. എന്നാൽ വിഷയം ഇന്ന് വീണ്ടും പരിഗണിച്ച കോടതി വ്യക്തമാക്കിയത് ദിലീപ് കേസിൽ കുറ്റവിമുക്തനാണെന്നും കുറ്റവിമുക്തനാക്കപ്പെട്ടതോടെ ജാമ്യ ബോണ്ടുകൾ അവസാനിച്ചെന്നും അതുകൊണ്ട് പാസ്പോർട്ട് തിരിച്ചു നൽകാവുന്നതാണെന്നുമാണ്. കേസിൽ വിധി വന്നതിന് പിന്നാലെ സാമൂഹ്യ മാധ്യമങ്ങളിലെ സൈബർ ആക്രമണത്തിനെതിരെ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് അതിജീവിത. കോടതി ശിക്ഷിച്ച മാർട്ടിൻ സമൂഹ മാധ്യമത്തിലൂടെ അധിക്ഷേപിച്ചതിലടക്കമാണ് പരാതി. ആക്ഷേപിക്കുന്ന വീഡിയോ പ്രചരിപ്പിച്ച 16 ലിങ്കുകൾ പരാതിക്കൊപ്പം ഹാജരാക്കിയിട്ടുണ്ട്. സംഭവത്തിൽ ജാമ്യമില്ലാ വകുപ്പുകളടക്കം ചേർത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. വിചാരണ കോടതി വിധിക്ക് പിറകെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ദിലീപ് അനുകൂലികൾ രൂക്ഷമായി സൈബർ ആക്രമണം നടത്തുന്നുവെന്ന് അതിജീവിത മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് അറിയിച്ചിരുന്നു. കേസിൽ 20 വർഷം കഠിന തടവിന് ശിക്ഷിച്ച രണ്ടാം പ്രതി മാർട്ടിന്റെ വീഡിയോ അടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി. വീഡിയോയിൽ ദിലീപിനെതിരെ ഗൂഢാലോചന നടത്തിയത് അതിജീവിത അടക്കമുള്ളവരാണെന്നും കേസ് കെട്ടിച്ചമച്ചതാണെന്നും മാർട്ടിൻ ആരോപിക്കുന്നു. ഈ വീഡിയോ അടക്കം ഹാജരാക്കിയാണ് അതിജീവിത നേരിട്ട് എറണാകുളം പോലീസിൽ പരാതി നൽകിയത്. വീഡിയോ പങ്കുവച്ചവരും അധിക്ഷേപകരമായ വീഡിയോ പ്രചരിപ്പിച്ചതുമായ 16 ഐഡിയുടെ ലിങ്കും പരാതിക്കൊപ്പം ഹാജരാക്കിയിട്ടുണ്ട്. പരാതിയിൽ ശക്തമായ നടപടിക്കാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുള്ളത്.